ഇവിടെ ഉത്തരാഖണ്ഡിൽ പച്ചമാങ്ങ ഇതിനൊരു കഷ്ണം എടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കണം. അച്ചാറിട്ടിട്ട് കറുമുറ കഴിക്കണം. മറ്റേ എണ്ണയിലിട്ട് വഴറ്റി അച്ചാറാണ് ഇത്, എണ്ണയില്ലാതെ. എന്താ പറയുക, ഓയിൽ ഫ്രീ ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ, മാങ്ങ പിക്കിൾ, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറട്ടേന്നും കളഞ്ഞുകൂടാ. एक पाव 40 रुपया मीन्स 250 ग्राम 40 रुपीस. കാ കിലോ 40 രൂപ ആണ് വില. നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടാവും. നാട്ടിലെ ആൾക്കാർക്കൊന്നും ഇതൊന്നും കൊതിയൊന്നും വരില്ല. പക്ഷേങ്കിൽ നമുക്ക് ഇവിടെ സീസണായാലും ഇവിടുത്തെ മാങ്ങേനെ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ വില കുറയായിരിക്കും. ഇത് കണ്ട സ്ഥിതിക്ക് വാങ്ങാണ്ടിരിക്കാൻ ആദ്യം ഞാൻ 1/2 കിലോ വാങ്ങാമെന്ന് വെച്ചിന്. പിന്നെ വെച്ചു ആദ്യം നമ്മളൊരു കൊതിക്ക് വാങ്ങുമ്പോൾ ഒരുപാട് വാങ്ങി പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇതുണ്ടാവില്ല. അതുകൊണ്ട് 1 പാവ് വാങ്ങി. കൊരട്ടേൻ്റെ വില എത്രയുണ്ട് അതെല്ലാം ചെത്തിയെടുക്കണം. ആയി തോന്നും മാക്സിമം എല്ലാം ഉണ്ട്. ഇതെങ്ങനെ ഇടുന്നതെന്നും ഞാൻ കാണിക്കുന്നില്ല. 8 മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാനിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് വിനാഗിരി ഒഴിച്ച് വെളുത്തുള്ളിയും ചതച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്താൽ ഇല്ലേ ഒരു അച്ചാറാണ്. അതിന് അച്ചാർ എന്ന് പറയുന്നൊന്നും അറിയില്ല. അങ്ങനെ ഇടുക. അത് ചോറിൻ്റെ കൂടി ഇങ്ങനെ കറുമുറത്തുന്നണം ഉടയാണ്ട്. ഇന്ന് ഉപ്പിട്ട് വെച്ച് നാളെ എങ്ങനെയൊക്കെയല്ലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിനൊന്നും എനിക്ക് പൊറുതിയില്ല എന്ന് പറയും. അതിനൊന്നും പൊറുതിയില്ല. ഇന്ന് സാധാരണ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ അച്ചാറിടാനെല്ലാം മേടിച്ചാൽ അതിൻ്റെ പരുവവും കെട്ടിട്ടാകുമ്പോൾ ഇടുള്ളൂ. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ പോയി വാങ്ങിച്ച് കൊണ്ടുവന്ന ഒരുപാട് കുത്തിയിരുന്ന് മുറിക്കുമായിരുന്നു. എനിക്ക് ഈ ചക്ക, മാങ്ങ, വെള്ളരിക്ക, ചക്കക്കുരു ഇങ്ങനെ നാടൻ ആണ് പണ്ടേ ഇഷ്ടം. ഇപ്പോൾ ഇവിടെ പുറത്ത് എല്ലാവരും ഇരിക്കുന്നു, നീ പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്കങ്ങനെ അതിനോടുള്ള ഇഷ്ടം എന്ന്. അതൊന്നുമല്ല, പുറത്ത് നിൽക്കുന്നവർക്ക് മാത്രമൊന്നും ആയിരിക്കില്ല. നാടൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇറച്ചി മീനെല്ലാം എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് മടുക്കും. പക്ഷേങ്കിൽ പച്ചക്കറി ഞാൻ മടുക്കില്ല. അങ്ങനെ ഇതിൽ കുറച്ചെടുത്തിട്ട് ചമ്മന്തി ആക്കിയാലോ അല്ലേ? മാങ്ങ ചമ്മന്തി കുറച്ച് 1 സ്പൂണല്ലേ കൊണ്ടു ആക്കണം. അപ്പോൾ ആർക്കൊക്കെ മാങ്ങ കിട്ടി? നാട്ടിലെല്ലാം ഇഷ്ടംപോലെ ഉണ്ടായി തുടങ്ങി. എല്ലാവരും അത് അച്ചാറിലിട്ട് തുടങ്ങിയിരിക്കും അല്ലേ? ഇത് പുറത്തുനിന്ന് വരുന്ന മാങ്ങയെന്ന്, അതുകൊണ്ടാണ് വില ഇവിടുത്തെ വന്നു തുടങ്ങിയില്ല എന്ന് പറഞ്ഞ് കുറേ ദിവസം വിചാരിക്കുന്നു. ഈ സമയത്ത് ഇങ്ങനെ ഒരു മാങ്ങ വരുമ്പോൾ കിട്ടലുണ്ട്. മാർക്കറ്റിൽ മൊത്തം ഒരാളെടുത്തേ ഉണ്ടായിട്ടില്ല. മൊത്തം നടന്നു നോക്കുമ്പോൾ ഒരാളടുത്ത് മാത്രമേ ഉള്ളൂ. തിരിച്ചു വരുമ്പോഴത്തേക്ക് കിട്ടൂലേന്ന് ചോദിച്ചു നോക്കുമ്പോൾ കിട്ടി. ഇങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പശം. എൻ്റെ കത്തി ഉണ്ട്, അതാണ് സൂപ്പർ കത്തിയല്ലേ. ഓക്കെ, അച്ചാറിട്ട് കാണിച്ചു തരാം. ബൈ. അങ്ങനെ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എന്ന് പറയാൻ പറ്റില്ല. വേറെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ മാമാനത്തെ അമ്പലമെല്ലാം അറിയുന്നവർക്ക് മാമാനത്തെ ചോറിൻ്റെ കൂടെ ചെറപറയല്ല കറുമുറ ഇല്ലേ മാങ്ങച്ചാറിട്ടൂല. ആ ഒരു ടേസ്റ്റാണ് സുഹൃത്തുക്കളെ. ഒരു രക്ഷയില്ല. വായിൽ വെള്ളം മുറിയവരുണ്ടോ ഇല്ലയോ? പച്ചമാങ്ങ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരി
വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് മാത്രം, ഒറ്റൊരു മിക്സിങ് അച്ചാർ റെഡി. അപ്പോൾ മാങ്ങ അച്ചാറിൻ്റെ കൂടെ എങ്ങനെയാണ് ചോറുണ്ടതെന്ന് കാണിക്കാനാണ്. ജയ അരിൻ്റെ ചോറ്, സൂപ്പർ ടേസ്റ്റ്. ചുവന്ന ചീര വറവ്, ചെമ്മീനും പച്ചമാങ്ങയിട്ട ചമ്മന്തി, സിംല മിർച്ചും തക്കാളീൻ്റെ ഒരു തട്ടിക്കൂട്ട് കറി, അതിൻ്റെ കൂടെ മാങ്ങ അച്ചാറും കൂടി സൂപ്പർ ടേസ്റ്റ്.